അച്ഛന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടി അച്ഛൻ ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ. അച്ഛൻ ആവശ്യപ്പെട്ടിട്ടേയില്ല, മറിച്ചാണ് അച്ഛൻ ആവശ്യപ്പെട്ടത്. എന്തൊരു മഹാത്യാഗമാണ് ശ്രീരാമേന്ദ്രൻ ചെയ്തത്. തനിക്ക് അവകാശപ്പെട്ടതും തനിക്ക് വന്നു ചേർന്നതും ജന്മന ആ രാജ്യശ്രീയെ ആ നിശേഷം ഒരു തൃണസമാനം സ്വമേധയാ തള്ളിക്കളയാൻ തയ്യാറായെന്ന് ഓർത്തു നോക്കൂ. ആ ത്യാഗം, എന്താ ത്യാഗം! ഒരു സാധാരണ പൗരന്റെ നിലക്ക് അയോധ്യയിൽ ജീവിക്കാനുള്ള അവകാശത്തെ പോലും ഉപേക്ഷിച്ചിട്ടാണ് 14 വർഷം ഒരു ജീവിത സൗകര്യങ്ങളുമില്ലാത്ത കാട്ടിൽ കഷ്ടപ്പെടാൻ തയ്യാറായത്. ആരൊക്കെ തടുത്തിട്ടും തന്റെ അഭിപ്രായത്തിന് ഒരു മാറ്റവും വരുത്തിയില്ല. 2 വാക്കില്ല രാമൻ. എന്തൊരു പിതൃഭക്തി ആലോചിച്ച് നോക്കൂ. തന്റെ പിതാവിന്റെ പ്രതിജ്ഞയെ താൻ നിറവേറ്റുന്നില്ലെങ്കിൽ പിന്നെ ആര് നിറവേറ്റും എന്നാണ് രാമേന്ദ്രന്റെ ചിന്ത. ഇറമോചനകർത്താര പിതുസന്ധി സുതാതയ ആചാര്യസ്വാമി വിവേക ചൂടാമണിയിൽ പറയും. ഒരു പുത്രൻ പിതാവിനോട് കാണിക്കേണ്ട ആ ഭക്തിയാദരങ്ങൾ ഭർതൃവി ഇതിനെ വിസ്തരിക്കുന്നുണ്ട്, ഇവിടെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെയാണ് പിതൃപുത്രന്മാരും അന്യോന്യം. ദശരഥ രാജാവിന് 3 ഭാര്യമാരിലാണ് മക്കള്. വാസ്തവത്തിൽ ഒരു ഭാര്യയിൽ മാത്രമായിരുന്നു 4 പുത്രന്മാരെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിക്കൂ. ജ്യേഷ്ഠപുത്രങ്ങളാണ് രാജ്യം. അതെല്ലാവർക്കും ബോധ്യമാണ്. അനുജന്മാർ അത് വകവെച്ചു കൊടുക്കേണ്ടി വരും. ഇനി ഒരു പത്നിയുടെ പുത്രന്മാർക്കിടയിൽ തന്നെ പിതൃസ്വത്തിനെ സംബന്ധിച്ച് വിവാദം ഉണ്ടായിരിക്കെ 3 ഭക്തിമാരിൽ പുത്രന്മാരുടെ സ്ഥിതി പറയാനുണ്ടോ? 2 കളത്രത്തെ ഉണ്ടാക്കി വെക്കുന്ന തണ്ടു തപ്പിക്കൂ സുഖമില്ലൊരേടവും. ആലോചിച്ച് നോക്കൂ. ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മറിച്ചായിരുന്നെങ്കിൽ രാമഭരതന്മാർ തമ്മിലൊരു യുദ്ധം തന്നെ നടന്നേനെ, ഇല്ലേ? എന്റെ തള്ളാൻ പറ്റുമോ? നമുക്കില്ല. ഈ ജ്യേഷ്ഠപത്നിയായ സീതാദേവിയുടെ പാദത്തിന് മേലോട്ട് ലക്ഷ്മണൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അങ്ങെടുക്കരുത്. മറ്റൊരു ഭാവത്തിൽ കണ്ടിട്ടില്ല എന്നേ എടുക്കാവൂ. തന്റെ അമ്മയെപ്പോലെ ഗുരുപത്നിയെ പോലെ ആണ് കണ്ടത് എന്ന് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ബാലിശുഗുരുവന്മാർ ജ്യേഷ്ഠാന്മാരായിരുന്നിട്ടും അന്യോന്യം ഭാര്യ അപഹരണം നടത്തിയവരാണ് അവർ. സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ രാമൻ മുനിവൃത്തിയിലാണ് കഴിഞ്ഞത്. മനസ്സിലായോ? ഏകപത്നി വ്രതമായിട്ട്. രാവണൻ സ്വപത്നിയായ മണ്ഡോദരിയുടെ മുമ്പിൽ വെച്ചാണ് സീതയെ പ്രാപിക്കാൻ എല്ലാ ഗോഷ്ഠികളും കാട്ടുന്നത്. കാട്ടിലില്ല എവിടെയും സ്വഭർത്താവായ രാമനെ അനുഗമിക്കാനും ശുശ്രൂഷ ചെയ്യാനും ഒക്കെ എന്തൊന്ന് മഹാക്ലേശങ്ങളാണ് സീത സഹിച്ചത്. ആലോചിച്ച് നോക്കൂ. ആ പാതിവ്രത്യനിഷ്ഠ, ഭർത്തൃസ്നേഹം, അത് അന്യാദൃശ്യം തന്നെ. ലക്ഷ്മണന്റെ മനസ്സിനെ അറിയാൻ കഴിയാതെ അതിശയ വാക്കുകളെ വർഷിച്ചതില് ആ സ്ത്രീസഹജമായ സ്വഭാവം പിന്നീട് പശ്ചാത്തപിച്ചുവെങ്കിലും കനിമാർന്ന് അനുജാപൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴേ മനമോടാത്ത കുമാർഗമില്ലടോ. ബാലി മരിച്ചപ്പോ മാറത്തരിച്ച് നിലവിളിച്ചു താര. അടുത്ത ദിവസം സുഗ്രീവന്റെ പിന്നെ കൊണ്ടു നിൽക്കാൻ തയ്യാറായി. ചാബല്യം നോക്കൂ. താരയെക്കുറിച്ച് ഒരു ഹിന്റ് നേരത്തെ തന്നിട്ടുണ്ട്. സൂചന. ചാരചക്ഷുസുള്ള ആ കിഷ്കിന്ധ ചക്രവർത്തിയായ ബാലി പോലും അറിയുന്നതിന് മുമ്പ് രാമലക്ഷ്മണർ വന്നതും സുഗ്രീവനുമായി സഖ്യം ചെയ്തുമൊക്കെ താരയാണ് അറിഞ്ഞത്. രണ്ടാമത് സുഗ്രീവൻ യുദ്ധത്തിന് വന്ന് വിളിച്ചപ്പോൾ താര വർത്തമാനം ബാലിയോട് പറയുന്നുണ്ട്. അന്തഃപുരത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത നീ എങ്ങനെ ഈ നാട്ടുകാര്യങ്ങളൊക്കെ അറിയുന്നു എന്ന് ബാലി ചോദിച്ചപ്പോ അംഗദൻ നായാട്ട് കഴിഞ്ഞു വന്നപ്പോ പറഞ്ഞതാണ് എന്നും പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം താരയുടെ ആ ബഹിർദൃഷ്ടി, ചാരചക്ഷുസ് എത്രത്തോളം ഇഫക്റ്റീവാണെന്ന് മനസ്സിലാവും. ഈ ശത്രുവിനെ കൊന്ന് തന്നെ രാജാവാക്കി വാഴിച്ച ശ്രീരാമേന്ദ്രന് സീതാന്വേഷണമാകുന്ന പ്രത്യുപകാരം ചെയ്തോളാമെന്ന് പ്രതിജ്ഞ ചെയ്താണ് സുഗ്രീവൻ. നമുക്കറിയാലോ. തന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നേടിക്കഴിഞ്ഞു. അരമനയിൽ പോയി എന്തായി മധുപാനവും ഭാര്യമാരോടൊത്തുള്ള രമിക്കലും ഒക്കെ ആയിട്ട് ബാലിയെ കൊന്ന ആ തീഷ്ണമായ രാമേശ്വരൻ തന്റെ മാറിലും പതിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴേ തന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ ഇറങ്ങിയുള്ളൂ. മനസ്സിലായില്ലേ? അതിലെന്ത് പഠിക്കണം? ഈ സുഗ്രീവൻ വാസ്തവത്തിൽ സുഗ്രീവന്റെ ഈ കൃതജ്ഞത എന്നിലൂടെ നിങ്ങളിലൂടെ എന്നും ഈ ലോകത്തുണ്ടാവും. ഇല്ലേ? ഉണ്ടാവും. ആത്മപരിശോധന ചെയ്യാനുള്ള ഒരു അവസരമായതൊക്കെ.
ഹനുമാനാണെങ്കിലോ നോക്കൂ, രാമകാര്യം സാധിച്ചല്ലാതെ വെള്ളം പോലും കുടിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ മൈനാകം സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോ അതല്ലേ പറഞ്ഞത്, നിന്നില്ല. അതാ വ്യത്യാസം. എന്തൊരു ഉത്തരവാദിത്വ ബോധം, എന്തൊരു കമ്മിറ്റ്മെന്റ്, എന്തൊരു സിൻസിയറിറ്റി ഇല്ലേ? ആ ഭാവം ഒന്ന് ചിന്തിക്കൂ. സുഗ്രീവന്റെ മന്ത്രി മാത്രമാണ് ഹനുമാൻ. സുഗ്രീവന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. സുഗ്രീവന്റെ മന്ത്രിയാണ് ഹനുമാൻ. ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവന്നതും സുഗ്രീവനുമായി സഖ്യം ചെയ്യിച്ചതും ബാലിയെ കൊല്ലിച്ചതും ഒക്കെ ആരായി? ഹനുമാനാണ്. അതുവഴിക്ക് സുഗ്രീവന്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിൽ സുഗ്രീവനേക്കാൾ ഉത്തരവാദിത്വമുണ്ട്, ചുമതലയുണ്ട് ആഞ്ജനേയന്. അത് തികച്ചും ബോധിച്ചിട്ടുണ്ടായിരുന്നു വായുപുത്രൻ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തിയിലും വാക്കിലും എല്ലാം അത് വളരെ വ്യക്തമാവുന്നുണ്ട്. എങ്കിലും ആ സുഗ്രീവന്റെ ചുമതലാബോധമില്ലായ്മ അതുകൊണ്ടൊരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. മാരുതി പോലും സുഗ്രീവന്റെ ഈ കൃത്യബോധമില്ലായ്മയിൽ പരിതപിക്കുന്നത് നമുക്ക് രാമായണത്തിൽ. ആക്ഷേപിച്ചിട്ടുമുണ്ട്. കൈകേയി ദശരഥനെ ധർമ്മബദ്ധനാക്കി രാമേന്ദ്രന്റെ പട്ടാഭിഷേകം മുടക്കിയത് വലിയ അപരാധം തന്നെയാണ്. എല്ലാവർക്കും അറിയാം. അയോധ്യയിലെ സകല ജനങ്ങളും അതിനെ എഴുത്തിയിട്ടുണ്ട്. എന്നാൽ രാമേന്ദ്രസ്വാമി മാത്രം ഒരിക്കൽ പോലും കൈകേയിയെ അപരാധിയായി കണ്ടിട്ടില്ല. ഒറ്റ ചീത്തവാക്ക് ഉച്ചരിച്ചിട്ടില്ല. ഒന്ന് രണ്ട് സന്ദർഭത്തിൽ വനത്തിൽ വെച്ച് അത് വരുന്നുണ്ട് ഉള്ളില്. പക്ഷെ അപ്പോ അവരുടെ മുമ്പിൽ വെച്ചല്ല. അത് ചിത്രകൂടത്തിൽ വെച്ച് ഭരതന്റെ കൂടെ കുടുംബാംഗങ്ങളൊക്കെ വന്നപ്പോ രാമൻ കൈകേയി പ്രത്യേകിച്ച് ബഹുമാനിക്കുകയാണ് ചെയ്തത്. ഒട്ടും നിന്ദിച്ചിട്ടില്ല. ഗുരുജനങ്ങളുടെ ഏത് പ്രവൃത്തിയെയും അനുഗ്രഹമായി മാത്രം കണ്ട ഒരു മര്യാദാ പുരുഷോത്തമൻ. പുത്രധർമ്മം എത്ര സുന്ദരമായിട്ടാണ് നിർവഹിച്ചത്. തന്റെ സഹോദരന്മാരെ പ്രാണനിർവിശേഷം സ്നേഹിക്കുന്നുണ്ട്. ചിത്രകൂടത്തിൽ വെച്ച് ഭരതന്റെ അപേക്ഷ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പ്രായോപവേശം ചെയ്യുന്നൊക്കെ ഭയപ്പെടുത്തുന്നുണ്ട് ഭരതൻ. എന്തൊരു മത്സരമാണ് സഹോദരന്മാർ തമ്മിൽ. എന്തിനു വേണ്ടി? രാജ്യത്തിന് വേണ്ടിയല്ല, ആ ത്യാഗത്തിലാണ് മത്സരം. രാമന് രണ്ടു വാക്കില്ല, രാമന് രണ്ടു വാക്കില്ല. വാക്ക് ബ്രഹ്മമാണ്, വാക്ക് അഗ്നിയാണ്. ആ സത്യനിഷ്ഠ, ധർമ്മനിഷ്ഠ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമന്റെ ആ സൗന്ദര്യം കണ്ടിട്ട് കാമപരവശയായി തീർന്ന ശൂർപ്പണകയുടെ ലക്ഷ്മണൻ നാസാച്ഛയം ചെയ്തപ്പോ രാവണന്റെ അടുക്കൽ ചെന്ന് നിലവിളിച്ചു പറയുന്നു നോക്കൂ, പരമസുന്ദരിയായ സീതയെ നിനക്ക് പിടിച്ചുകൊണ്ടുവന്ന് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത് എന്നാണ് പറയുന്നത്. സഹോദരി തന്നോട് ഇത് പറഞ്ഞപ്പോ ആലോചിച്ചു നോക്കൂ ആ സന്ദർഭം. ഈ പച്ചയായ കാമത്തിനൊരു പട്ടിന്റെ കഞ്ചുകം അണിയിക്കുന്നത് ആരാ? ഞാനും നിങ്ങളുമല്ലേ? അതെ. ഇതൊക്കെ നമ്മളിൽ കൂടി എന്നും നിലനിൽക്കുന്നുണ്ട്. രാമായണം നിലനിൽക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഈ സ്വഭാവം നമ്മളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചിന്തിക്കും. ഇങ്ങനെ എത്ര തത്വങ്ങൾ രാമായണത്തിലെ പാത്രങ്ങളിൽ നിന്നും ലോക ജീവിതത്തിലേക്ക് പകർന്നെടുക്കാനുണ്ട്. ധർമ്മനിഷ്ഠയും ജീവകാരുണ്യവും ആത്മനിയന്ത്രണവും ഒക്കെ ജീവിതത്തിന്റെ വിജയസ്തംഭങ്ങളാണെന്ന് രാമായണം പഠിപ്പിക്കുന്നില്ലേ? ഉണ്ട്. ജീവിതത്തിൽ അപ്പോഴേ വിജയം ഉണ്ടാവുള്ളൂ. ഇതൊന്നുമില്ലാത്തവർക്ക് മറ്റെന്തൊക്കെ യോഗ്യതകളുണ്ടായാലും ജീവിതത്തിൽ സർവത്ര പരാജയവും നിത്യദുഃഖവും നിരാശയും ഒക്കെ തന്നെയായിരിക്കും ഫലം. ഇതൊക്കെ എത്രയോ കാര്യങ്ങൾ, ഇത് മാത്രമൊന്നുമല്ല പറയാൻ, എത്ര കാര്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. ധർമ്മനിഷ്ഠ, ജീവകാരുണ്യം, ആത്മനിയന്ത്രണം, അതൊക്കെ എത്ര പറഞ്ഞാലാ തീരില്ല. ലോക ജീവിതത്തിൽ ധന്യധന്യമായി സംതൃപ്തിയോടുകൂടി ജീവിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. തള്ളേണ്ടതിനെ തള്ളണം, കൊള്ളേണ്ടതിനെ കൊള്ളണം. ലൗകികമായിട്ടുള്ള പല തത്വരത്നങ്ങളുണ്ട്, ആധ്യാത്മികമായതുമുണ്ട്. ഇതൊക്കെ അടുക്കി വെച്ച ഒരു പേടകമാണ് ഈ രാമായണം. പട്ടാഭിഷേകത്തിന് ശേഷം സ്വർഗാരോഹണം വരെ ഭഗവാൻ രാമേന്ദ്രൻ എന്ത് ചെയ്തു എന്നാണ് പാർവതീദേവി ചോദിക്കുന്നത് പരമേശ്വരനോട്. അതിനുള്ള മറുപടിയാണ് പരമേശ്വരൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ് ഉത്തരകാണ്ഡ കഥ മുഴുവനും. ഈ പട്ടാഭിഷേകം കഴിഞ്ഞ ശേഷം ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്ത് സുഖമായി രാജധാനിയിൽ താമസിച്ചു വരികയാണ് ശ്രീരാമേന്ദ്രൻ. അപ്പോഴാണ് ദണ്ഡകാരണ്യവാസികളായ ഏതാനും ഋഷികൾ രാമേന്ദ്രനെ കാണാൻ വരുന്നത്. കണ്വൻ, കൗശികൻ, അഗസ്ത്യൻ, ധൗമ്യൻ, ജമദഗ്നി, ഗൗതമൻ, അത്രി, കശ്യപൻ, ഭരദ്വാജൻ, അവരൊക്കെയുണ്ട് ഇതിൽ ഈ കൂട്ടത്തിൽ. ഭഗവാനെ കാണാൻ വേണ്ടി അയോധ്യയിലേക്ക് വന്നു. അഗസ്ത്യ മഹർഷിയാണ് അവരുടെ ലീഡർ, നേതാവായിട്ട് വന്നിരിക്കുന്നത്.
ദണ്ഡകാരണ്യവാസികളായ ഋഷികളുടെ അപേക്ഷ പ്രകാരമാണല്ലോ ഭഗവാൻ രാക്ഷസന്മാരെ നിഗ്രഹം ചെയ്തതൊക്കെ. അതിന് കൃതജ്ഞത പറയാൻ എന്ന മട്ടിലാണ് തപസ്വികളുടെ വരവ്. ഭഗവാൻ അവരെയൊക്കെ വേണ്ട പോലെ ഉപചരിച്ച് പൂജിച്ചിരുത്തുന്നതൊക്കെ വായിക്കണം. കാരണം നമ്മളും മുതിർന്നവരെ എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ അതിൽ നമ്മൾ പഠിക്കണം. ഋഷികൾ അവരുടെ കൃതജ്ഞതയൊക്കെ അറിയിച്ചു. പിന്നീട് പല പല വർത്തമാനങ്ങളും ചോദിച്ചു. കൂട്ടത്തിൽ അഗസ്ത്യ മഹർഷി രാവണാദികളുടെയും ബാലി സുഗ്രീവാദികളുടെയും ജനനം, വളർച്ച, ആ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. വളരെ രസകരമാണ് അതൊക്കെ. ചുരുക്കിയേ പറയാൻ പറ്റൂ, സമയം കിട്ടില്ല. ബ്രഹ്മദേവന്റെ മാനസപുത്രൻ പുലസ്ത്യ മഹർഷി കഠിന തപസ്വിയാണ്. മന്ദരപർവ്വതത്തിലേക്ക് അവിടെയാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത്. അവിടെ ചുറ്റി നടക്കുമ്പോൾ ഒരു ആശ്രമം കണ്ടു. തൃണബിന്ദു എന്നൊരു പ്രസിദ്ധനായ രാജർഷിയുടെ ആശ്രമമാണ്. ഭാര്യാസമേതനായിട്ടാണ് അദ്ദേഹത്തിന്റെ തപസ്. ആ രാജർഷി മഹാത്മായ പുലസ്ത്യ മഹർഷിയെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഭക്തിയോടുകൂടി ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിക്കാൻ അപേക്ഷിച്ചു. പക്ഷേ മഹർഷി ആ ക്ഷണം സ്വീകരിച്ചു. പക്ഷെ തന്റെ തപോനിഷ്ഠകൾക്കൊക്കെ ചെറിയ ഭംഗം വരുന്നു അവിടെ. പിന്നീട് എന്താ കാരണം വെച്ചാൽ പല വിക്ഷേപങ്ങളും മനസ്സിൽ വരുന്നു. അവിടെ ദേവകന്യകുമാരും ഗന്ധർവകന്യകുമാരും ഒക്കെ പലതരത്തിലുള്ള ചേഷ്ടകളുമായിട്ട് വരുന്ന സ്ഥലമാണ്. മഹർഷിയുടെ ചിത്തവിക്ഷേപത്തിന് ഇതാണ് കാരണം. പുലസ്ത്യൻ ആ കന്യകുമാരെയൊക്കെ ശപിച്ചു. ഇങ്ങനെ തന്റെ മുന്നിൽ വരുന്ന ആരായാലും അവള് ഗർഭിണിയായി തീരട്ടെ എന്നാണ് ശാപം. അവരൊക്കെ ഭയപ്പെട്ടു സ്ഥലം വിട്ടു, ആരും വരാതായി. അപ്പോൾ ഭംഗിയായിട്ട് തപസ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ പിന്നെന്ത് സംഭവിച്ചു? തൃണബിന്ദു ഉണ്ടല്ലോ അതിന്റെ ഉടമ, തൃണബിന്ദുവിന്റെ പുത്രി ഇതൊന്നും അറിയില്ല. അവള് പുലസ്ത്യ മഹർഷിയുടെ മുമ്പിൽ വന്നു. അവള് ഗർഭിണിയായി. അതന്നെ. രാജർഷി ഇതൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് മഹർഷിയെ സമീപിച്ചു. എന്റെ മകളെ പത്നി ഭാവത്തിൽ സ്വീകരിക്കണം എന്ന് അപേക്ഷിച്ചു. രാജാവിന്റെ അപേക്ഷ അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ അതിലൊരു പുത്രനുണ്ടായി. അതാണ് വിശ്രവസ്. നമ്മൾ ധാരാളം കേട്ടുപരിചയമുള്ള വിശ്രവസ്. പുലസ്ത്യന്റെ ഈ വിശ്രവസിനെ നല്ലപോലെ പഠിപ്പിച്ചു വേദശാസ്ത്രങ്ങളൊക്കെ. നല്ല തപസിദ്ധനാക്കി തീർത്തു. ഭരദ്വാജ മഹർഷി വിശ്രവസിന്റെ യോഗ്യതകളൊക്കെ കണ്ടിട്ട് തന്റെ പുത്രിയെ വിശ്രവസിന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ ദാമ്പത്യത്തിൽ ഒരു പുത്രൻ, അവനാണ് വൈശ്രവണൻ. ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം വൈശ്രവണൻ തീവ്ര തപസ് ചെയ്തു. ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി ധാരാളം വരങ്ങൾ വാങ്ങി. അതിലാണ് പുഷ്പവിമാനമൊക്കെ കിട്ടുന്നത്. ധനാധിപത്യം സിദ്ധികളൊക്കെ നേടി. അങ്ങനെയാണ് അദ്ദേഹം വളരെ പ്രസിദ്ധനാവുന്നത്. വൈശ്രവണൻ യൗവനത്തിൽ തന്നെ തന്റെ പുത്രന്റെ വളർച്ചയിൽ വിശ്രവസിന് വളരെ സന്തോഷിച്ചു. വിഷ്ണുഭയത്താൽ രാക്ഷസന്മാർ ഉപേക്ഷിച്ചുപോയ സമുദ്രമധ്യത്തിലുള്ള ആരുടെയും ബാധയില്ലാത്ത ഒരു സ്ഥലമാണ് ലങ്ക. വൈശ്രവണൻ അതാണ് തന്റെ ആസ്ഥാനമാക്കിയെടുത്തത്. വിശ്വകർമാവിനെ കൊണ്ട് അവിടെ വലിയ രാജധാനി, കോട്ട, നഗരമൊക്കെ പണിയിച്ചു. തന്റെ പരിവാരങ്ങളോടുകൂടി വൈശ്രവണൻ അവിടെ താമസമുറപ്പിച്ചു. അക്കാലത്താണ് രാക്ഷസ പ്രമാണിയായ സുമാലി നമ്മൾ കണ്ടിട്ടുണ്ട് രാമായണത്തിൽ, മറന്നുപോയോ? സുമാലി രാവണനെ ഉപദേശിക്കുന്നത് തന്റെ മന്ത്രിമാരാകുന്ന പ്രഹസ്താദികളോടും കൂടി. പ്രഹസ്തനൊക്കെ അന്നേയുണ്ട്. പുത്രിയായ കൈകസിയോടുകൂടി, നിങ്ങൾക്കറിയാലോ കൈകസിയെ, പാതാളത്തിന് ഭൂമിയിൽ വന്ന് ചുറ്റി നടക്കണം. അപ്പോഴാണ് ലങ്കയുടെ പുതിയ രൂപവും വൈശ്രവണനെയൊക്കെ കണ്ടത്, അവിടുത്തെ ഐശ്വര്യമൊക്കെ കണ്ടത്. സുമാലിക്ക് അത്ഭുതമല്ല തോന്നിയത്, അസൂയ തോന്നിയത്. ഇതുപോലെ പ്രൗഢിയും ലങ്കയുടെ ആധിപത്യവും ഒക്കെ രാക്ഷസന്മാർക്കല്ലേ വേണ്ടത്, ഇയാൾക്കാണോ? അത് സാധിച്ചില്ല എന്നോർത്ത് സുമാലിക്ക് വലിയ വിഷമമുണ്ടായി. തങ്ങളുടെ രാജാവിന്റെ പരിതാപം കണ്ട് പ്രഹസ്താദി മന്ത്രന്മാർ അതിനൊരു യുക്തി പറഞ്ഞു കൊടുത്തു. അവരുടെ അഭിപ്രായപ്രകാരം പ്രവർത്തിച്ചു. അങ്ങനെ ഈ യൗവനയുക്തയായി ഈ കൈകസി വിശ്രവസ് മഹർഷിയോട് പുത്രഭിക്ഷ യാചിച്ചു. അതങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അദ്ദേഹം കൈകസിയെ പത്നിയാക്കി. കൈകസിയിൽ വിശ്രവസിന് 3 പുത്രന്മാരുണ്ടായി. അവരാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. രാവണ, കുംഭകർണ, വിഭീഷണന്മാർ. പിടികിട്ടിയല്ലോ. അവരെയും വിശ്രവസ് മഹർഷി വേണ്ട പോലെ വേദശാസ്ത്രങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കാലത്താണ് പ്രതാപിയായ വിശാലിയായി വൈശ്രവണൻ പരിവാരങ്ങളോടുകൂടി ആകാശമാർഗത്തിൽ പോകുന്നത് കാണുന്നതും ഈ കുട്ടികളുടെ അമ്മ പറഞ്ഞത്
വെറും നിങ്ങളുടെ അച്ഛന്റെ മകൻ തന്നെയാണ് പുഷ്പവിമാനത്തിൽ പ്രൗഢിയോടുകൂടി പോകുന്നത്. അമ്മയുടെ വ്യസനം മനസ്സിലാക്കി കുട്ടികൾ. ജ്യേഷ്ഠൻ വൈശ്രവണത്തിന്റെ പ്രഭാവം നമ്മൾ സാധാരണക്കാർ. അപ്പോഴാണ് വൈശ്രവണൻ തിരിച്ചുപോയതിനു ശേഷം രാവണനും കുംഭകർണനും വിഭീഷണനും അച്ഛന്റെ അനുവാദവും അനുഗ്രഹമൊക്കെ വാങ്ങി ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ പോയി ഗോകർണത്തേക്ക്. കഠിനമായിരുന്നു ആ തപസ്സൊക്കെ. അങ്ങനെയാണ് അവർ വരം വാങ്ങിയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലതും, 3 പേരും. അതിൽ സാത്വികനാണ് വിഭീഷണൻ. അപ്പൊ എന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം തന്നെ ഈ ധനധനെ, പിന്നെ തന്റെ ജ്യേഷ്ഠനെ വൈശ്രവണനെ ആട്ടി ഓടിച്ചു ഓടുന്നു. പുഷ്പവിമാനമൊക്കെ തട്ടിപ്പറിച്ചെടുത്തു. വൈശ്രവണൻ സ്വതേ ശാന്തനാണ്. അദ്ദേഹം പിന്നെ കൈലാസ പാർശ്വത്തിൽ പരമേശ്വരന്റെ സമീപത്ത് അളകയിൽ കഴിഞ്ഞുകൂടാൻ തുടങ്ങി. ഗന്ധർമാരോട് കൂടിയൊക്കെ കൂടി ദേവത ആരാധന ചെയ്ത് അവിടെ വൈശ്രവണൻ സുഖമായി ജീവിച്ചു. രാവണാദി രാക്ഷസന്മാര് ഒക്കെ വിവാഹിതരായി. മയന്റെ പുത്രി മണ്ഡോദരി സുന്ദരിയാണ്, പഞ്ചകല്യാണിമേലൊരാളാണ്. അവരെയാണ് രാവണൻ വിവാഹം കഴിച്ചത്. അങ്ങനെ ഒരാള്. പിന്നെ അതിൽ മേഘനാഥൻ ഉണ്ടായ കാര്യം പറയാൻ കാരണം, ഈ മഹർഷിമാര് രാവണനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് രാമനുമായിട്ടുള്ള സംസാരത്തിനിടയിൽ മേഘനാഥന്. അപ്പോ രാമൻ എടുത്തു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇത്ര പ്രാധാന്യം മേഘനാഥന് കൊടുക്കണം രാവണനേക്കാളും? അപ്പൊ അവര് അതിന്റെ മറുപടി പറയാണ് ഇവിടെ. രാവണന്റെ ധിക്കാരം കണ്ട് നന്ദികേശ്വരൻ രാവണനെ ശപിക്കുന്ന കാര്യം പറയും. ഒരിക്കൽ ദേവേന്ദ്രനുമായിട്ട് കൊമ്പ് കോർക്കുന്നുണ്ട് രാവണൻ. ഇന്ദ്രൻ രാവണനെ പിടിച്ച് ബന്ധിക്കുന്നുണ്ട്. ആ വിവരം അറിഞ്ഞ് മേഘനാഥൻ ഉടനെ തന്നെ ചെന്നു ദേവലോകത്തിൽ നിന്ന്. ദേവന്മാരുടെ യുദ്ധത്തിൽ തോൽപ്പിച്ചു ഇന്ദ്രനെ പിടിച്ചു കെട്ടി ലങ്കയിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലിടുന്നു. രാവണന്റെയും കൂട്ടുകാരുടെയും ഈ പിന്നെ ഇതൊക്കെ അധർമ്മ പ്രവൃത്തി ഒക്കെ ചോദിക്കൂ. ആ ഇന്ദ്രനെ ജയിച്ചുകൊണ്ടാണ് ഇന്ദ്രയത്തിന് ഇത്ര കേമത്വം വന്നതെന്ന് അഗസ്ത്യ മഹർഷി വിസ്തരിച്ച് പറയും. അതിലാണ് ഈ രാമന്റെ ചോദ്യത്തിന് ഉത്തരം മഹർഷി പറയുന്നത്. ഇനി പറയേണ്ടത് പിന്നെ ബാലി സുഗ്രീവന്മാരെ കുറിച്ചാണ്. സുമേരു പർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പൊട്ടി വന്നതാണ് ഈ ലങ്കയുടെ പ്രധാന ഭാഗം. ഒരു ദിവസം സഭാമണ്ഡലത്തിൽ ബ്രഹ്മദേവൻ ഏകാഗിയായി സമാധിസ്ഥനായിരുന്നിരുന്നു. സമാധി അവസ്ഥയിൽ നിന്ന് നിവൃത്തനായപ്പോ കണ്ണുകളിൽ നിന്ന് ധാരാളം അശ്രുക്കൾ അങ്ങനെ നിർഗളിച്ചു. ബ്രഹ്മദേവൻ അശ്രുജലത്തെ തന്റെ കയ്യിലെടുത്തിട്ട് എന്തോ സങ്കല്പിച്ച് പുറത്തേക്ക് എറിഞ്ഞു. അത് ബലിഷ്ഠനായൊരു വാനരനായി. മനസ്സിലായോ? ആ വാനരനോട് ബ്രഹ്മദേവൻ കുറച്ചു ദിവസം അവിടെ തന്റെ സമീപത്ത് തന്നെ താമസിക്കാൻ പറഞ്ഞു. അതുപ്രകാരം താമസിച്ചു. അങ്ങനെയൊക്കെ ഒരു ദിവസം വാനരൻ ആഹാര പദാർത്ഥങ്ങൾ അന്വേഷിച്ച് കാട്ടിൽ കൂടി പോകുമ്പോൾ വളരെ വിശേഷപ്പെട്ടൊരു തടാകം കണ്ടു. ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ച് അവിടെ മുങ്ങിയപ്പോ ഒരു സുന്ദര സ്ത്രീയായി മാറി വാനരൻ. സ്ത്രീയായി മാറിയ വാനരൻ വല്ലാതെ ലജ്ജിച്ചിട്ട് പിന്നെ കൂട്ടത്തിലേക്ക് പോവാതെ ഒറ്റയ്ക്ക് അവിടെ തടാകക്കരയിൽ തന്നെ മരച്ചുവട്ടിലിരുന്നു കഴിച്ചുകൂട്ടി. ആ സമയത്ത് ദേവേന്ദ്രൻ ആകാശമാർഗെ പോവുമായിരുന്നു. ദേവേന്ദ്രൻ കണ്ടു ഈ സുന്ദരിയെ. അങ്ങനെ താഴോട്ടിറങ്ങി. മനസ്സിലായല്ലോ? വികാരപരവശനായി ഇന്ദ്രന്റെ വീര്യം പതിച്ചു. അത് ഒരു വാനരൻ ഉണ്ടായി. അതാണ് ബാലി, ഇന്ദ്രപുത്രൻ ബാലി. ആദിത്യനും ഈ അവധം തന്നെ പറ്റി. അതാണ് ആദിത്യ വീര്യത്തിൽ വാനരനുണ്ടായതാണ് സുഗ്രീവൻ. ഇതാണ് ബാലി സുഗ്രീവന്മാരെ കഥ. സുഗ്രീവന്റെ സഹായത്തിന് ഹനുമാൻ വന്നു. എന്താ കാരണം വെച്ചാൽ സൂര്യ ശിഷ്യനാണ് ഹനുമാൻ. അപ്പൊ സൂര്യന് ഗുരുദക്ഷിണയായിട്ട് കൊടുത്തത് പ്രോമിസാണ് ഹനുമാൻ. സൂര്യപുത്രനായ സുഗ്രീവന് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തന്റെ രാജ്യം വിട്ട് ഹനുമാൻ ഇവിടെ വന്നത്. പിന്നീട് വീണ്ടും ഈ അമ്മ വാനരനായി മാറി. പിന്നെ ഈ സ്ത്രീയല്ല, പുരുഷനായി മാറി. അപ്പൊ അമ്മയില്ലാതായി ഇവർക്ക്. മനസ്സിലായോ? അപ്പോഴാണ് ഈ ബ്രഹ്മാവ് ഇടപെട്ട് ഇവരെ അഹല്യാദേവിയുടെ അടുത്ത് ഏൽപ്പിച്ചത് വളർത്താൻ വേണ്ടി. പിന്നെ ബ്രഹ്മാവ് തന്നെ താല്പര്യമെടുത്തിട്ടാണ് തന്റെ പുത്രൻ ജാമ്പവാനെ വിളിച്ചിട്ട് ഈ കുട്ടികൾ വലുതായപ്പോ പിന്നെ കിഷ്കിന്ധയിൽ അഭിഷേകം ചെയ്തത് വാലിയെ. അതാണ് കഥ. നേരത്തെ ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്ര പറഞ്ഞാൽ ആ ഭാഗം അത്രേ പറയാൻ പറ്റൂ. ടൈം അത്രേ കിട്ടുള്ളൂ. ധർമ്മനിഷ്ഠമായ ഭരണപാഠകം കൊണ്ട് സർവ്വ ജീവരാശികളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമേന്ദ്രൻ ലക്ഷ്മണാദി ഭ്രാതാക്കളോടുകൂടി ഹനുമതാദി ഭക്തന്മാരോടും കൂടി സുമന്ത്രാദി മന്ത്രിമാരോടും കൂടി അയോധ്യയിൽ അങ്ങനെ സുഖമായി ജീവിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം
സാക്ഷാൽ ലക്ഷ്മീദേവിയാണല്ലോ ഈ സീത. ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരറിയിച്ചു. കാരണം വൈകുണ്ഠലോകത്ത് വിട്ടിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ദൗത്യമൊക്കെ കഴിഞ്ഞു, ഇനി തിരിച്ചു പോകേണ്ടതല്ലേ എന്ന് ഓർമ്മിപ്പിച്ചു. ഇതാണ് പിന്നെ അധ്യാത്മരാമായണത്തിൽ പറയുന്നത്. അപ്പോൾ രാമേന്ദ്രസ്വാമി അല്പം ഒന്ന് ആലോചിച്ചിട്ട് ദേവിയോട് പറഞ്ഞു, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ഞാനും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അധികം താമസിക്കാതെ അതൊക്കെ നടക്കും. ദേവിയെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചു. വീണ്ടും കുറേ ദിവസം അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം വിജയൻ എന്നൊരു ചാരൻ രാജ്യകാര്യങ്ങളെ അറിയാൻ വേണ്ടി ഭഗവത് സന്നിധിയിൽ വന്നു. പലയിടത്തും നടക്കുന്ന പല കാര്യങ്ങളെയും വിജയൻ അറിയിച്ചു. അനിഷ്ടങ്ങളായ വല്ല കാര്യമുണ്ടെങ്കിൽ അതും പറയണം നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, സീതാദേവിയെ സംബന്ധിച്ച് ജനങ്ങൾ ഇങ്ങനെ അപവാദം പറയുന്നുണ്ട്. അതിന്റെ പിന്നെ വിസ്തരിച്ച് പറയുന്നുണ്ട്. മന്ത്രിമാരോടും മറ്റു വേണ്ടപ്പെട്ടവരൊക്കെ ഭഗവാനെ അതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ പറയുന്നതിൽ ന്യായവൈരുദ്ധ്യമൊന്നുമില്ല. സീതയെ ഉപേക്ഷിക്കാമെന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. പക്ഷെ അതേ സമയത്ത് അവിടെ മറ്റു കഥകളുണ്ട്, അത് പറയാം അടുത്ത ക്ലാസ്സിൽ. ലക്ഷ്മണനെ വിളിച്ചു, സീതാദേവി വാൽമീകി മഹർഷിയുടെ ആശ്രമപരിസരത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ശ്ലോകം ഉദ്ധരിച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് വ്യക്തമാവുള്ളൂ. രാമായണത്തിൽ തന്നെ പറഞ്ഞ ശ്ലോകങ്ങൾ ഞാൻ ഉദ്ധരിക്കാം, ലേശം നീണ്ടുപോകും എന്നേ ഉള്ളൂ. അകസ്മാദപി ദുഷ്കർമ്മ യോഷിതാം അർപ്പണം ഭവേത് യാദൃഗ്ഭവതി വൈ രാജാ താദൃശ്യോ നിയതം പ്രജാ. മതിയായ തെളിവുകൂടാതെ തന്നെ ദുഷ്ടപ്രവൃത്തിയെ സ്ത്രീകളുടെ പേരിൽ ആരോപിക്കുന്നത് സാധാരണ ജനസ്വഭാവമാണ്. അതുകൊണ്ട് സീതയെ സ്വീകരിച്ച് നന്നായില്ല. രാജാവ് ഏതുവിധം പ്രവർത്തിക്കുന്നുവോ യഥാ രാജാ തഥാ പ്രജ എന്നല്ലേ, പ്രജകളും ആ വിധം പ്രവർത്തിക്കുന്നവരായിരിക്കും. അതാണ് നിശ്ചയം. അതുകൊണ്ട് ഇനി മുതൽ ദുഷ്ട സ്ത്രീകളെയൊക്കെ വെള്ളപൂശലായിരിക്കും ജനങ്ങൾ ചെയ്യുക. ശ്രുത്വാ തദ്വചനം രാമ സ്വജനാൻ പര്യപൃച്ഛത തേപി നത്വാ ബ്രുവൻ രാമം ഏവമേ തന്ന സംശയ. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണെന്ന് വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞു. ഉടനെ രാമൻ, മന്ത്രിമാർ, വിജയൻ, സുഹൃത്തുക്കൾ മുതലായവരെല്ലാം പറഞ്ഞയച്ചതിന് ശേഷം ലക്ഷ്മണനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. സീതയെ സംബന്ധിച്ച ആ മഹത്തായ ലോകാപവാദം ഉണ്ടായിരിക്കുന്നു. സീതാം പ്രാതസമാനീയ വാൽമീകേരാശ്രമാന്തികേ ത്യക്വാ ശീഘ്രം രഥേനത്വം പുനരായാഹി ലക്ഷ്മണ. കാട്ടിൽ വിടാനല്ല പറഞ്ഞത്, വാൽമീകി ആശ്രമണ പരിസരത്താണ്. വക്ഷ്യസേ യദി വാ കിഞ്ചിത് തഥാ മാം ഹതവാനസി. അതൊരു ഓർഡറായിരുന്നു. ഇപ്രകാരം കൽപ്പന കിട്ടിയപ്പോൾ ലക്ഷ്മണൻ അതന്നെ ചെയ്യാന്ന് ഓർത്തേയുള്ളൂ. വാൽമീകിയുടെ ആശ്രമ സമയത്തിൽ സീതയെ ഉപേക്ഷിച്ചു. ദിവ്യജ്ഞാനിയായ വാൽമീകി മുനി ആശ്രമ സമീപത്തിൽ തന്നെ സീത വരുന്നിരിക്കുന്ന അറിഞ്ഞു. അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശിഷ്യൈ ശ്രുത്വാതു വാൽമീകി. ഉടനെ തന്നെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ജാനകിയെ പൂജിച്ച് ആശ്വസിപ്പിച്ചു. മേലിലുണ്ടാകാൻ പോകുന്ന എല്ലാം മഹർഷി ത്രികാലജ്ഞാനി എല്ലാം മനസ്സിലാക്കി സീതയെ തപസ്വിമാരുടെ കയ്യിൽ വേണ്ടതുപോലെ സംരക്ഷിക്കാനായി ഏൽപ്പിച്ചു. രാമോപി സീതാരഹിത പരാത്മാ വിജ്ഞാനദൃക്കേവലാതിദേവ സന്ധ്യജ്യ ഭോഗാനഖിലാൻ വിരക്തോ മുനിവ്രതോ ഭൂത് മുനിസേവിതാംഘുരി. അങ്ങനെയാണ് 4ാമത്തെ സർഗം ഉത്തരകാണ്ഡത്തിൽ തീരുന്നത്. എന്താ അത്? രാമോപി സീതാരഹിത പരാത്മാ വിജ്ഞാനദൃക്കേവലാതിദേവ സന്ധ്യജ്യ ഭോഗാനഖിലാൻ വിരക്തോ മുനിവ്രതോ ഭൂത് മുനിസേവിതാംഘ്രി. പരമാത്മാവും ജ്ഞാനസമ്പന്നനും അദ്വിതീയനും ആദിദേവനും മുനിമാരാൽ സേവിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവനും സീതയെ വേറിട്ടിരിക്കുന്നവനുമായ രാമനും സകല വിഷയസുഖങ്ങളിൽ നിന്നും വിരക്തനായിട്ട് രാജഭോഗങ്ങളെയെല്ലാം പരിത്യജിച്ചിട്ട് മുനിമാരുടെ വ്രതത്തോടുകൂടിയവനായി ഭവിച്ചു. അതാണ്. ഇത് കഴിഞ്ഞ 5ാം സർഗത്തിലാണ് രാമഗീത വരുന്നത്. ഇവിടെ ഒരു കാര്യം പറയട്ടെ. ഈ വാൽമീകി രാമായണത്തിലെ സീതാ സ്വീകാരവും സീതാ പരിത്യാഗവും ഇതുമാതിരിയല്ല. ചെറിയ വ്യത്യാസം. ഉപേക്ഷിക്കുന്നതിന്റെ തലേദിവസം രാത്രി രാമനും സീതയും വളരെ സ്നേഹത്തോടുകൂടി നർമ്മസല്ലാപത്തിലിരിക്കുമ്പോൾ രാമൻ പറയുന്നുണ്ട്, സാധാരണ ഗർഭിണികളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അത് അനുഷ്ഠിക്കണം. അപ്പോൾ നിന്റെ ആഗ്രഹം എന്താണ് സീതയെ? അപ്പോൾ സീത പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം വാൽമീകി ആശ്രമ പ്രദേശത്ത് പോയി താമസിക്കണം എന്നുള്ളതാണ്. അത് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഈ കാര്യം പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സീതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വാൽമീകി ആശ്രമമാണെന്നറിയാം. അവിടെ തന്നെയാണ് സീതയെ പറഞ്ഞു വെച്ചത് എന്നുകൂടി മനസ്സിലാക്കണം. ഇനി ബാക്കി കാര്യങ്ങൾ സീതാ പരിത്യാഗത്തെക്കുറിച്ച് നാളെ
പറയാൻ സമയം കിട്ടും. അതോടൊപ്പം ഉത്തരകാണ്ഡത്തിലെ 5-ാം സർഗം നാളെ കൊണ്ട് തീരുകയാണല്ലോ. രാമഗീതയെ ഒന്ന് സ്പർശിച്ചു പോകണം, അത്രയേ ഉള്ളൂ. പിന്നെ പട്ടാഭിഷേകം കഴിഞ്ഞിരിക്കുന്ന രാമനെ നമ്മൾ ഒന്നുകൂടി കാണണം. വാമേ ഭൂമിസുതാ പുരസ്തു ഹനുമാൻ പശ്ചാത് സുമിത്രാസുത ശത്രുഘ്നോ ഭരതശ്ച പാർശ്വയുഗയോർ വായവ്യകോണാദിഷു സുഗ്രീവശ്ച വിഭീഷണശ്ച പരിതഃ താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം, രാമം ഭജേ ശ്യാമളം. ഇടതുഭാഗത്ത് സീതാദേവിയും മുൻവശത്ത് ഹനുമാനും പിന്നിൽ ലക്ഷ്മണനും, ഇരുവശങ്ങളിലും ഭരതശത്രു. ഈ പിന്നിൽ ലക്ഷ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ അറേഞ്ച്മെന്റിനൊക്കെ ഒരു വലിയ രസമുണ്ട്. നിങ്ങളെ നോക്കിയോ, രാവണ യുദ്ധത്തിന് വേണ്ടി വാനരന്മാരുടെ പട നീങ്ങുമ്പോൾ ഏറ്റവും പിന്നിൽ ആരാണ് നിന്നറിയോ? വാനരന്മാരുടെ കൂട്ടത്തിലുള്ള ഡോക്ടറാണ്. എന്നുവെച്ചാൽ ആംബുലൻസ്. ഇപ്പോഴും VIP പോകുമ്പോൾ ഇവിടെ ആ ലാസ്റ്റിൽ ആംബുലൻസ് കാണില്ലേ, അതുമാതിരിയാണ് ഓരോന്നും യഥാക്രമം. ഇവിടെ നോക്കൂ, മറ്റ് കോണുകളിലായി യഥാക്രമം വിഭീഷണനും, ഈശാന കോണിലാണ് വിഭീഷണൻ. അംഗദനും ജാംബവാനുമായി മധ്യഭാഗത്ത് നീല സരോജം പോലെ ശ്യാമകോമളമായ ശരീരകാന്തിയോടുകൂടി ശോഭിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഞാനിതാ ഭജിക്കുന്നു. നമ്മൾ സാധാരണ കാണുന്ന ചിത്രമില്ലേ, അതറിയണം. ഇപ്പൊ ഇവിടെ നിർത്താം. ബാക്കി എല്ലാം കൂടി നാളെ അവിയിലായിട്ട് പറഞ്ഞു തീർക്കണം. സീതാപരിത്യാഗം എല്ലാവരുടെയും സംശയമുള്ള കാര്യമാണ്. ബാലി സൽഗതി പോലെ അതും വിസ്തരിച്ച് പറയേണ്ടതാണ്. രാമഗീത ഒട്ടും വിടാൻ പാടില്ല. കാരണം ശരിക്കും വേദാന്ത ആശയങ്ങൾ അധ്യാത്മരാമായണത്തിലുള്ളത് ഈ സർഗത്തിലാണ്. അപ്പൊ അതെങ്ങനെ വിടും? ഹരിയോം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷി. ഹരി ഓം.